കാര്യബോധത്തെയാണ് ഹാലി എന്ന് പറയുന്നത്, അവസ്ഥ എന്ന് പറയുന്നത്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി വിവരമില്ലാതിരുന്നതല്ല പ്രശ്നം, കാര്യബോധം ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം. അബൂജഹൽ വിവരമില്ലാത്തവനൊന്നല്ല, ഓന്റെ ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. വിവരമുള്ളവൻ തന്നെ. ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ട് ഖുറൈശികൾ നേതാവാക്കൊന്നുമില്ല. വിവരമുണ്ട്, വിവരം എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ആ വിവരം ബോധമാണെങ്കിൽ മാത്രമാണ് കാര്യമുള്ളത് എന്നതാണ്. ബോധമില്ല എന്ന് തന്നെയാണ് പ്രശ്നം. ചിലപ്പോ ഞമ്മക്കില്ലാതാവലുണ്ട്. ഒരു വിഷയം ഉണ്ട് എന്ന് പറയാൻ വലിയ വിവരം വേണ്ട, പക്ഷെ ഒരു വിഷയം ഇല്ല എന്ന് പറയാൻ നല്ല വിവരം വേണം. ഒരു നാടൻ മനുഷ്യനാണ് ഈ കാര്യം എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഒരിക്കൽ പഴയ കാലത്ത് വയലൊക്കെ പറയാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ആ കാലത്ത് ഒരു ദിവസം ഇങ്ങനെ ഇതേമാതിരി റജബ് മാസത്തിൽ വയല് പറഞ്ഞപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്നാണ് ദുആരക്കേണ്ടത്. ഷഹ്റ റമളാൻ എന്ന് ദുആരക്കണ്ട, അങ്ങനെ ഹദീസിലില്ല എന്ന് പറഞ്ഞു. അപ്പം മലയാളം പരിഭാഷ മാത്രം വായിച്ച് പരിചയമുള്ള ഒരാള് വയല് കഴിഞ്ഞു പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു മലയാളം ബുക്കിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷഹ്റാന്നും കൂടി ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. ഒരു വിഷയം ഇല്ല എന്ന് പറയണമെങ്കിൽ നല്ലോണം വിവരം വേണം, ഉണ്ട് എന്ന് പറയാൻ അത്ര തന്നെ വിവരം വേണ്ട എന്നത് മനസ്സിലായി തന്നെ. ഞാൻ ഇപ്പൊ അടുത്തൊരു ദിവസം വേങ്ങര കോയപ്പാപ്പാനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. കുറെ സ്വാലിഹീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി പറഞ്ഞു. വേങ്ങരയിൽ കോയപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പലർക്കും അറിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞത്. കുഞ്ഞു മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്ന പേര്. മുഹമ്മദ് എന്നാണ് വാപ്പട്ട പേര്. മൂപ്പര വാപ്പാന്റെ പേരും മുഹമ്മദാണ്, വല്ലിപ്പാന്റെ പേരും മുഹമ്മദാണ്. മുഹമ്മദിന്റെ മകൻ മുഹമ്മദാണ് വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ റബീഉൽ അവ്വലിലാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേങ്ങര കോയപ്പാപ്പാക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്നും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. കുറേ അരിയൊക്കെ വാങ്ങി ഗോതമ്പൊക്കെ വാങ്ങിയിട്ട് കാക്കകൾക്ക് കൊടുക്കും. അപ്പൊ മൂപ്പര ജീവിതകാലത്ത് മൂപ്പരിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി ധാരാളം കാക്കകൾ വേങ്ങരയിൽ വരൽ പതിവുണ്ടായിരുന്നു. ഒരുപാട് കാക്കകൾ വരും, കാരണം ഇഷ്ടം പോലെ ഭക്ഷണം ഇങ്ങനെ വിതരണം ചെയ്യും. അപ്പൊ മഹാനവർകളോട് ഒരു ദിവസം എന്തിനാ നിങ്ങൾ ഈ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എത്രേ, കാക്കകൾ 1000 കൊല്ലത്തിലധികം ജീവിക്കുമെന്നാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കാക്കകൾ ആ കൂട്ടത്തിൽ ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. കുറെ കഴിഞ്ഞപ്പോ എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞോ, കാക്കകൾ പരമാവധി പോയാൽ 20 കൊല്ലേ ജീവിക്കുള്ളൂ എന്നാണല്ലോ ഉള്ളത്. ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ദീനീ പ്രബോധനം നടത്തുന്നത് എന്നാണ് ചോദ്യം. ഒന്ന്, അത് വേങ്ങര കോയപ്പാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് മഹാനവറുകളുടെ അടുത്ത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. 20 കൊല്ലേ കാക്കകൾ ജീവിക്കുള്ളൂ എന്നത് ആധുനിക പഠനമാണ് എന്നത് ഞാൻ സമ്മതിക്കുന്നു. മാക്കൗൺ എന്ന പേരായ ഒരാളാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പഠന റിപ്പോർട്ട് വന്ന അതേ പോർട്ടലിൽ തന്നെ കുറച്ച് താഴത്തേക്ക് പോന്നാല് 27 കൊല്ലം ജീവിച്ച കാക്കന്റെ ചരിത്രം വേറെ പറയുന്നുണ്ട്. 56 കൊല്ലം ജീവിച്ച കാക്കയുടെ ചരിത്രം അതിന്റെ താഴെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവും 20 അല്ല അതിലേറെ ഉണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല, അതൊരു അഭിപ്രായമാണ്. ഒരുപക്ഷെ ഭൂരിപക്ഷ അഭിപ്രായം ആയിക്കോടുന്നില്ല, ന്യൂനപക്ഷ അഭിപ്രായമായിരിക്കാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാക്കകളെ കുറിച്ച് പറഞ്ഞ ഹദീസ് മിഷ്കാത്തിലുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ സാമ യൗമൻ, ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു ബൈനഹു വബൈന ജഹന്നമ കഖുറാബിൻ തായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറക്കുന്ന കാക്കയേക്കാൾ അല്ലാഹു ജഹന്നമിനെയും അവന്റെയും ഇടയിൽ വിദൂരത്താക്കും ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് മിഷ്കാത്തിൽ ഉദ്ധരിച്ചിട്ട് അതിന്റെ ഷറഹിൽ മിർഖാത്തിൽ പറയുന്നുണ്ട്, കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കും എന്ന അഭിപ്രായമുണ്ട് എന്ന്. ഇതേ അഭിപ്രായം തന്നെ ഹയാത്തുൽ ഹയവാനിലുണ്ട്.
അതേ അഭിപ്രായം തന്നെ അജായിബുൽ മഖ്ലൂഖാത്തിലുണ്ട്. ഈ ആളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ പ്രധാനപ്പെട്ടത് മാക്കോൺ പറഞ്ഞ അഭിപ്രായമാണ് എങ്കിൽ അതിന് അംഗീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയും ഉണ്ടാകാം എന്ന സാധ്യതയെങ്കിലും അംഗീകരിക്കേണ്ടതുണ്ട്. ആ സാധ്യതയെ കോയപ്പാപ്പ് പറഞ്ഞിട്ടുള്ളൂ. കോയപ്പാപ്പ് ഉറപ്പിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. കാക്കകളിൽ ചിലത് 1000 കൊല്ലം ജീവിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാക്കകൾ ഇതിൽ ഉണ്ടായിരിക്കാം എന്നതാണ് ഞാൻ ഇവകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എന്നോട് ചോദിച്ചാലോട് ഞാൻ പറഞ്ഞ മറുപടി ഇതൊന്നല്ല. കാക്ക എത്ര കാലം ജീവിച്ചാലും യുക്തിവാദം ശരിയാണെന്ന് അതുകൊണ്ട് വരൂല. യുക്തിവാദം ശരിയാണെന്ന് ഇപ്പൊ കാക്ക ജീവിച്ചാൻ തന്നെ വെക്കുക, എന്നാലും യുക്തിവാദം ശരിയാണെന്ന് ഒരിക്കലും അതുകൊണ്ട് വരൂലല്ലോ. ഞാനിതെന്താ പറയണ വെച്ചാല് ഓരോ വിഷയങ്ങളെ കുറിച്ചുമുള്ള കാര്യബോധം ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുമെന്നാണ്. അത് എനിക്കും വേണം, നിങ്ങൾക്കും വേണം, എല്ലാവർക്കും വേണം. എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റജബിലെ ബറക്കത്ത്, ഷഅബാനിലെ ബറക്കത്ത്, റമളാനിലെ ബറക്കത്ത്. 3 മാസം ബറക്കത്തിൻ്റെതായ എണ്ണിയിട്ടുണ്ട്. റജബിലെ ബറക്കത്ത് എന്ന് പറയുന്നത് അബൂദാവൂദിന്റെ ശറഹിൽ കാണും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മനസ്സിലാക്കലാണ് റജബിലെ ബറക്കത്ത് എന്ന്. ഷഅബാനിലെ ബറക്കത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കലാകുന്നു. റമളാനിലെ ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലാണ്. അവർ റജബിലെ നമ്മൾ ബറക്കത്തിന് ദ്വാരക്കണം. ദ്വാരന്നാൽ മാത്രം പോരാ, റജബിലെ ബറക്കത്ത് അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചാലും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾക്കാണ് ദിക്ർ എന്ന് പറയാ. വഅദ് യഥാർത്ഥത്തിൽ ദിക്റിനുള്ളതാണ്. ദിക്റുകൾ 4 തരത്തിലുണ്ടെന്നാണ്. ദിക്ർ ചൊല്ലലുണ്ട്, ദിക്ർ ചെയ്യലുണ്ട്, ദിക്ർ പറയലുണ്ട്, ദിക്ർ ചിന്തിക്കലുണ്ട്. 4 തരം ദിക്റുണ്ട്. ദിക്ർ ആലോചിക്കലുണ്ട്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഫക്കുറു സഅത്തിൻ, ഒരു സഅത്ത് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ. സഅത്ത് എന്നതിന് സാധാരണ അർത്ഥം മണിക്കൂർ എന്നാണ്. സത്യത്തിൽ സഅത്ത് അതല്ല. പ്രഭാതം മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള മൊത്തം സമയത്തെ 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് ഒരു സഅത്ത് എന്ന് പറയുന്നത്. ഏകദേശം 1 മണിക്കൂറേക്കാരം. അതുകൊണ്ട് സഅത്തിന് 1 മണിക്കൂർ എന്ന് നമ്മൾ അർത്ഥം പറയുന്നു. തഫക്കുറു സഅത്തിൻ, 1 മണിക്കൂർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ. ഖൈറും മിൻ അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. വേറൊരു ഹദീസിലുണ്ട് തഫക്കുറു സഅത്തിൻ മിൻ ഖൈറും മിൻ ഖിയാമി ലൈല, 1 മണിക്കൂർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കൽ 1 രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാകുന്നു എന്നത്. അപ്പൊ ചിന്തിച്ചുകൊണ്ടുള്ള ദിക്റുണ്ട്, ചിന്തയിലെ ദിക്ർ. ഒരു മനുഷ്യൻ ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിച്ചാലും അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ അതിനെയാണ് ദിക്ർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളൊരു കുതിരനെ കണ്ടു എന്ന് വിചാരിക്കാം, കുറച്ചപ്പുറത്ത് ഒരു കഴുതി നിൽക്കണുണ്ടോ എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ രണ്ടിനെ ഇങ്ങനെ നോക്കിയപ്പോ കുതിരന്റെ ചെവി ചെറുതും കഴുതന്റെ ചെവി വലുതുമാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ രണ്ടും ഒരേമായിട്ട് ജീവികളാണ്, രണ്ടും ഓടാൻ പറ്റും, രണ്ടിന്റെയും പുറത്ത് കയറാൻ പറ്റും, രണ്ടും ഭാരം ചുമക്കാൻ പറ്റും. പിന്നെ എന്തായിരിക്കും ഒന്നിന്റെ ചെവി ചെറുതും മറ്റൊന്നിന്റെ ചെവി വലുതും എന്നെങ്ങനെ ആലോചിച്ചു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ചെറിയ ചെവിയുള്ള കുതിരക്ക് കാര്യങ്ങൾ വേഗം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ എന്റെ സംസാരത്തെ ഈ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിങ്ങനെ ആംപ്ലിഫയറിൽ കൊണ്ടുപോയിട്ട് ഈ ബോക്സിൽ കൂടി ഇങ്ങനെ വിടുമ്പോ വായുവിൽ ഒരു കമ്പനം ഉണ്ടാകും. ഈ കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള ടിമ്പാനം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോയി തട്ടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ തലച്ചോറിലേക്ക് കൊടുക്കുകയും അത് കേൾവിയായി അനുഭവപ്പെടുകയുമാണ് ചെയ്യുന്നത്. കുതിരക്ക് കാര്യം വേഗം മനസ്സിലായതിനാല് കുറഞ്ഞ കാറ്റ് കടന്നാൽ മതി. അതുകൊണ്ട് കുതിരക്ക് ചെറിയ ചെവിയാണ്. കഴുതക്ക് അത്ര തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ചും കൂടി കാറ്റ് വേണം. അതുകൊണ്ട് വലിയ ചെവിയാണ് എന്ന് ഒരാൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അള്ളാഹുവിൻ്റെ ഒരു പണിയില്ലേ എന്ന് ഓർമ്മ വന്നാൽ ആ ചിന്ത